റെക്കോർഡുകൾ തൂക്കി ജനനായകൻ ബബ്ബബ 3 ദിവസം കൊണ്ട് വമ്പൻ കളക്ഷനിലേക്ക് ഒറ്റക്കൊമ്പനിൽ ലാലേട്ടൻ സുരേഷ് ഗോപി പോരാട്ടം. ഹായ് ഗൈസ്, ഇന്നത്തെ ഏറ്റവും പുതിയ സിനിമാ വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. ജെയിംസ് കാമറൂണിന്റെ സംവിധാനത്തിൽ കഴിഞ്ഞ ദിവസം തിയേറ്ററുകളിലേക്ക് എത്തിയ ഏറ്റവും പുതിയ സിനിമയാണല്ലോ അവതാറിന്റെ 3ാം ഭാഗമായ ഫയർ ആൻഡ് ആഷ്. പ്രേക്ഷകരിൽ നിന്നും സമ്മിശ്ര അഭിപ്രായങ്ങൾ സ്വന്തമാക്കിയ ഈ ചിത്രത്തിന്റെ ആദ്യ 2 ദിവസത്തെ കേരള വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ആദ്യ 2 ദിവസങ്ങൾ കൊണ്ട് കേരളത്തിൽ നിന്നും മാത്രം 3,60,00,000 രൂപയോളം സ്വന്തമാക്കി ഈ ചിത്രത്തിന് 2 ദിവസങ്ങൾ കൊണ്ട് ഇന്ത്യയിൽ നിന്നും മാത്രം 60 കോടിക്ക് മുകളിൽ ഒരു കളക്ഷൻ നേടിയെടുക്കാൻ സാധിച്ചിരുന്നു. അതേസമയം ലോകമെമ്പാടും നിന്നുമുള്ള 2 ദിവസത്തെ കളക്ഷൻ പരിശോധിക്കുകയാണെങ്കിൽ $500 മില്യൺ അഥവാ 4,500 കോടി രൂപയോളം അവതാറിന്റെ 3ാം ഭാഗം ഇതിനോടകം സ്വന്തമാക്കിയിട്ടുണ്ട്. ആദ്യ 2 ഭാഗങ്ങൾ വെച്ച് നോക്കുമ്പോൾ അത്ര മികച്ച തുടക്കമല്ല ഈ സിനിമയ്ക്ക് ലഭിച്ചതെങ്കിൽ കൂടി നാളത്തെ കളക്ഷൻ എത്തുന്നതിലൂടെ ചിത്രത്തിന്റെ ബഡ്ജറ്റ് അവതാർ 3 കവർ ചെയ്യുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതാണ്ട് 3,800 കോടി രൂപയോളം മുതൽ മുടക്കിലാണ് അവതാറിന്റെ 3ാം ഭാഗമായ ഈ ഫയർ ആൻഡ് ആഷ് എന്ന ചിത്രം ഒരുങ്ങിയിട്ടുള്ളതും. വിനായകൻ നായകനായും മമ്മൂട്ടി വില്ലനായും തിയേറ്ററുകളിലേക്ക് എത്തി മികച്ച വിജയം നേടിവരുന്ന കളങ്കാവൽ എന്ന ചിത്രം റിലീസിനെത്തിയിട്ട് ഇന്ന് 16 ദിവസങ്ങൾ തികഞ്ഞിരിക്കുന്നു. ഈ 16 ദിവസത്തെ കളങ്കാവലിന്റെ കേരള വേൾഡ് വൈഡ് കളക്ഷനും ടോട്ടൽ ബിസിനസ് കളക്ഷനും പരിശോധിക്കുകയാണെങ്കിൽ 16 ദിവസങ്ങൾ കൊണ്ട് കേരളത്തിൽ നിന്നും മാത്രം 34,70,00,000 രൂപയോളം സ്വന്തമാക്കിയ ഈ ചിത്രത്തിന് ലോകമെമ്പാടും നിന്നും ഇതുവരെ 81 കോടി രൂപയാണ് നേടാൻ സാധിച്ചിട്ടുള്ളത്. അതുമാത്രവുമല്ല, 20 കോടി രൂപയ്ക്ക് കളങ്കാവലിന്റെ OTT അവകാശങ്ങൾ സോണി ലിവ് സ്വന്തമാക്കിയിരുന്നു. ആ കളക്ഷനും കൂടി ചേർക്കുമ്പോൾ ടോട്ടൽ ബിസിനസ് കളക്ഷനിലൂടെ കളങ്കാവൽ 100 കോടി കളക്ഷനിലേക്കും എത്തപ്പെട്ടു കഴിഞ്ഞു. നിഖില വിമൽ, അജു വർഗീസ്, രമേശ് പിഷാരടി തുടങ്ങിയവർ പ്രധാന വേഷങ്ങളിലെത്തുന്ന ഒരു കോമഡി എന്റർടൈൻമെന്റ് സിനിമയാണ് പെണ്ണ് കേസ്. ചിത്രത്തിന്റെ ഒരു ട്രെയിലർ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. പല നാടുകളിൽ ചെന്ന് പല പേരുകളിൽ പല ആളുകളെ കല്യാണം കഴിക്കുന്ന നിഖില വിമലിന്റെ കഥ ഒരു കോമഡി ഫൺ മൂഡിൽ അവതരിപ്പിക്കുന്ന സിനിമയാണ് പെണ്ണ് കേസ് എന്ന സൂചന നൽകുന്ന ഒരു ട്രെയിലറാണ് മൂവി ടീം പുറത്തുവിട്ടിട്ടുള്ളത്. ചുരുക്കി പറഞ്ഞാൽ കളങ്കാവലിന്റെ ഒരു ഫീമെയിൽ വേർഷൻ. നല്ലൊരു കഥ സിനിമയ്ക്കുണ്ട്. ടെക്നിക്കൽ ക്വാളിറ്റിയും ഈ ഒരു ട്രെയിലറിലൂടെ മികച്ചത് എന്ന് മനസ്സിലാക്കി തരുന്നു. തിരക്കഥയ്ക്കുള്ളിൽ നല്ല രീതിയിൽ കോമഡിയൊക്കെ നിറച്ച് നല്ല എൻഗേജിംഗ് ആയിട്ടാണ് സിനിമ എടുത്തിട്ടുള്ളതെങ്കിൽ ഒരു സർപ്രൈസ് വിജയം ഈ ചിത്രം നേടിയെടുക്കാനും സാധ്യതയുണ്ട്. വരുന്ന ജനുവരി 16-ാം തീയതി പെണ്ണ് കേസ് തിയേറ്ററുകളിലേക്ക് എത്തും. ബോളിവുഡിൽ തരംഗം തീർത്ത് മുന്നേറിക്കൊണ്ടിരിക്കുന്ന ദുരന്തർ എന്ന ചിത്രത്തിന്റെ ആദ്യ 16 ദിവസത്തെ കേരള വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. 16 ദിവസങ്ങൾ കൊണ്ട് കേരളത്തിൽ നിന്ന് മാത്രം 4 കോടി രൂപയോളം സ്വന്തമാക്കിയ ദുരന്തറിന് ഇന്ത്യയിൽ നിന്ന് മാത്രം 650 കോടി രൂപയും വേൾഡ് വൈഡ് ഗ്രോസായി വെറും 16 ദിവസങ്ങൾ കൊണ്ട് 800 കോടി രൂപയ്ക്ക് മുകളിൽ ഒരു കളക്ഷൻ നേടാൻ സാധിച്ചിട്ടുണ്ട്. മാത്രമല്ല, വരും ദിവസങ്ങളിൽ തന്നെ ഈ ചിത്രം 1000 കോടി കളക്ഷനിലേക്ക് നിഷ്പ്രയാസം എത്തിപ്പെടുമെന്നും പറയാൻ സാധിക്കും. ശിവകാർത്തികേയൻ നായകനായ അമരൻ എന്ന സിനിമയ്ക്ക് ശേഷം രാജ്കുമാർ പെരിയസ്വാമി സംവിധാനം ചെയ്യാനിരിക്കുന്ന ഏറ്റവും പുതിയ സിനിമയാണ് D55. ധനുഷ് നായകനായിട്ട് എത്തുന്ന D55 എന്ന ഈ ചിത്രത്തിൽ സായി പല്ലവി നായികവേഷം കൈകാര്യം ചെയ്യുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമായി നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂട്ടിയും സിനിമയിൽ എത്തുന്നുണ്ട്. നിലവിൽ D55 എന്ന സിനിമയുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിരിക്കുന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റ് എന്തെന്നാൽ ധനുഷിന്റെ കരിയറിൽ തന്നെ ഏറ്റവും വലിയ മുതൽ മുടക്കിലാവും ഈ സിനിമ ഒരുങ്ങുകയെന്നും 160 കോടി രൂപയോളം ഈ സിനിമയ്ക്ക് ബഡ്ജറ്റ് ഉണ്ടെന്നുമാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. അതുമാത്രവുമല്ല, തമിഴിന് പുറമെ തെലുങ്ക്, കന്നഡ, ഹിന്ദി ഭാഷകളിലും ഈ ചിത്രം റിലീസിനെത്തിക്കാനുള്ള തീരുമാനത്തിലാണ് മൂവി ടീം. വരുന്ന ജനുവരി മാസം പകുതിയോടുകൂടി D55 എന്ന ഈ സിനിമയുടെ ഷൂട്ടിംഗ് വർക്കുകൾ ആരംഭിക്കും. നിവിൻ പോളിയെ നായകനാക്കി അഖിൽ സത്യൻ സംവിധാനം ചെയ്ത ഒരു ഹൊറർ കോമഡി എന്റർടൈൻമെന്റ് സിനിമയാണ് സർവമായ. ചിത്രത്തിന്റെ ഓൺലൈൻ പ്രൊമോഷൻ പരിപാടികൾക്ക് തുടക്കമായിരിക്കുന്നു. നിരവധി ഇന്റർവ്യൂസും ചാറ്റ് ഷോകളും എല്ലാം തന്നെ വരും ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയ വഴി പുറത്തു വരും. ഇതിനിടയിൽ സർവമായയുടെ തിയേറ്റർ കൗണ്ടുമായി ബന്ധപ്പെട്ട് ഒരു ന്യൂസ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ആദ്യം ചിത്രം 200 സ്ക്രീനുകളിൽ റിലീസിനെത്തിക്കാനായിരുന്നു പ്ലാൻ ചെയ്തിരുന്നത്. എന്നാൽ ക്രിസ്മസ് ദിനമായതിനാലും മറ്റ് സിനിമകൾക്കെല്ലാം തന്നെ മിക്സഡ് റിവ്യൂസ് ആയതിനാലും 300ഓളം സ്ക്രീനുകളിലായിട്ടാവും സർവമായ ആദ്യ ദിനം റിലീസിനെത്തുക. വരുന്ന ഡിസംബർ 25-നാണ് ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. സൂര്യ നായകനാക്കി ജിത്തു മാധവൻ സംവിധാനം ചെയ്യുന്ന സൂര്യ 47ന്റെ പ്രൊമോ ഷൂട്ട് കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ വെച്ച് ആരംഭിച്ചിരുന്നു. ഇന്നിപ്പോൾ പ്രൊമോ ഷൂട്ടിന്റെ ചിത്രീകരണം പൂർത്തിയായെന്ന് മൂവി ടീം തന്നെ അറിയിച്ചിട്ടുണ്ട്. മാത്രമല്ല, വരുന്ന ന്യൂ ഇയർ ദിനത്തിലോ അല്ലെങ്കിൽ ജനുവരി മാസത്തിന്റെ തുടക്കത്തിലോ തന്നെ ഈ പ്രൊമോ വീഡിയോ പുറത്തുവിടാനുള്ള തീരുമാനത്തിലാണ് മൂവി ടീം. ഹോളിവുഡിൽ നിന്നും അടുത്തതായി തിയേറ്ററുകളിലേക്ക് എത്താനിരിക്കുന്ന ഏറ്റവും പുതിയ സിനിമയാണ് അനോക്കോണ്ട. ചിത്രത്തിന്റെ ഫൈനൽ ട്രെയിലർ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ടെക്നിക്കൽ ക്വാളിറ്റിയിൽ മികച്ചു നിൽക്കുന്ന ഈ ഒരു ട്രെയിലറിൽ നിന്നും സിനിമ പറയാൻ ഉദ്ദേശിക്കുന്നത് ആമസോൺ കാടിനുള്ളിൽ ചെന്ന് റിയൽ അനോക്കോണ്ടയെ ഉപയോഗിച്ച് ഒരു സിനിമ നിർമ്മിക്കാനായി നായകനും സംഘവും പുറപ്പെടുന്നതും തുടർന്ന് നടക്കുന്ന സംഭവ വികാസങ്ങളുമാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. പോൾ റെഡും ജാക്ക് ബ്ലാക്കും പ്രധാന വേഷങ്ങളിലെത്തുന്ന അനോക്കോണ്ട വരുന്ന ഡിസംബർ 25 ക്രിസ്മസ് ദിനത്തിൽ തിയേറ്ററുകളിലേക്ക് എത്തും.
ജനപ്രിയ നായകൻ ദിലീപ് നായകനായിട്ടെത്തിയ ബബ്ബബ്ബ എന്ന ചിത്രത്തിന്റെ ആദ്യ 3 ദിവസത്തെ കേരള വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അതിനു മുമ്പ് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമുണ്ട്. ഈ വർഷം 2025-ൽ ഏറ്റവും കൂടുതൽ ഗൂഗിൾ സെർച്ച് നടത്തുന്ന മലയാളം സിനിമയായി ബബ്ബബ്ബ മാറിയിരിക്കുന്നു. ഇതുവരെ ഉണ്ടായിരുന്ന എമ്പുരാൻ എന്ന സിനിമയെ മറികടന്നാണ് ഗൂഗിൾ സെർച്ചിലെ മലയാള സിനിമകളിൽ 1ാം സ്ഥാനത്തേക്ക് ബബ്ബബ്ബ എത്തിയിരിക്കുന്നത്. ഇനി കളക്ഷനിലേക്ക് വരികയാണെങ്കിൽ ഇന്നൊരു ഹോളിഡേ ആയതുകൊണ്ട് തന്നെ മികച്ചൊരു കളക്ഷൻ വർധനവ് ഇന്നലത്തേതിനേക്കാൾ കൂടുതലായി ഇന്നത്തെ കളക്ഷനിൽ അറിയാനുണ്ട്. അതിൽ ആദ്യം 3 ദിവസത്തെ കേരള കളക്ഷൻ പരിശോധിക്കുകയാണെങ്കിൽ ഇന്ന് മാത്രം കേരളത്തിൽ നിന്നും 4 കോടി രൂപയ്ക്കടുത്ത് കളക്ഷൻ വന്നിരിക്കുന്ന ചിത്രത്തിന് 3 ദിവസങ്ങൾ കൊണ്ട് 14 കോടി രൂപയും ലോകമെമ്പാട് നിന്നും 28 കോടി രൂപയും സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട്. മാത്രമല്ല ഒരു മിക്സഡ് ആയിട്ടുള്ള റിവ്യൂസ് ആണ് ലഭിച്ചതെങ്കിൽ കൂടി നാളെയും ചിത്രത്തിന് മികച്ചൊരു പ്രീ ബുക്കിംഗ് ആണ് ഇപ്പോൾ നടന്നു വരുന്നത്. അജിത്തിന്റെ സിനിമാ കരിയറിലെ എക്കാലത്തെ മികച്ച സിനിമകളിലൊന്നായ മങ്കാത്ത റീ റിലീസിനൊരുങ്ങുന്നു. വരുന്ന ജനുവരി 23-ാം തീയതി 4K അറ്റ്മോസ് മികവോടെ മങ്കാത്ത റീ റിലീസിനെത്തും. സുരേഷ് ഗോപിയെ നായകനാക്കി മാത്യു തോമസ് സംവിധാനം ചെയ്തു വരുന്ന ഒറ്റക്കൊമ്പൻ എന്ന ചിത്രത്തിൽ സുരേഷ് ഗോപിക്കൊപ്പം ലാലേട്ടനും ഒരു കാമിയോ വേഷം കൈകാര്യം ചെയ്യുന്നുണ്ടെന്ന് കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ സൂചിപ്പിച്ചിരുന്നതാണ്. ഇന്നിപ്പോൾ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിട്ടുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റ് എന്തെന്നാൽ വരുന്ന ജനുവരി മാസത്തിൽ ആരംഭിക്കാനിരിക്കുന്ന ഒറ്റക്കൊമ്പന്റെ മലേഷ്യൻ ചിത്രീകരണത്തിൽ ലാലേട്ടനും പങ്കാളിയാവും. ഇതിനായി അദ്ദേഹം നിലവിൽ ജനുവരി മാസം ആരംഭിക്കേണ്ടിരുന്ന തരുൺമൂർത്തി ചിത്രം L365ന്റെ ഷൂട്ട് കുറച്ച് ദിവസത്തേക്ക് നീട്ടിവെച്ചിട്ടുണ്ടെന്നാണ് അപ്ഡേറ്റുകളിൽ സൂചിപ്പിക്കുന്നത്. ദളപതി വിജയ് ചിത്രം ജനനായകൻ ഇനി റിലീസിനെത്താൻ വെറും 20 ദിവസങ്ങൾ മാത്രം. എച്ച് വിനോദിന്റെ സംവിധാനത്തിൽ വിജയ്ക്കൊപ്പം നരയൻ, പൂജ ഹെഗ്ഡെ, മമിത ബൈജു, പ്രിയാമണി തുടങ്ങിയവർ പ്രധാന വേഷങ്ങളിലെത്തുന്ന ജനനായകന്റെ സെക്കൻഡ് സിംഗിൾ സോങ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. ഇപ്പോൾ ഇതാ ഈ സെക്കൻഡ് സിംഗിൾ റിലീസിനെത്തി വെറും 24 മണിക്കൂറുകൾ കൊണ്ട് 2,60,00,000 പേരോളം ഈ സോങ് കേൾക്കുകയും തമിഴിൽ 24 മണിക്കൂറിനുള്ളിൽ ഏറ്റവും അധികം ആളുകൾ കണ്ട ലിറിക്കൽ വീഡിയോ എന്ന റെക്കോർഡ് സ്വന്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി ജനനായകൻ സിനിമയുടെ മറ്റൊരു റെക്കോർഡ് എന്തെന്നാൽ കഴിഞ്ഞ ദിവസം ചിത്രത്തിന്റെ OTT അവകാശങ്ങൾ C5 സ്വന്തമാക്കിയെന്ന് നമ്മുടെ വീഡിയോയിലൂടെ തന്നെ അറിയിച്ചിരുന്നു. ഇന്നിപ്പോൾ പുറത്തു വന്നിട്ടുള്ള ഏറ്റവും പുതിയ വാർത്ത എന്തെന്നാൽ ചിത്രത്തിന്റെ സാറ്റലൈറ്റ് അവകാശങ്ങൾ 63 കോടി രൂപയ്ക്കാണ് C5 സ്വന്തമാക്കിയിട്ടുള്ളതെന്നും ഇതൊരു തമിഴ് സിനിമയ്ക്ക് ലഭിക്കുന്ന റെക്കോർഡ് തുകയാണെന്നും മൂവി ടീം തന്നെ ഒഫീഷ്യലായി അറിയിച്ചിട്ടുണ്ട്. എന്തായാലും റിലീസ് ദിവസത്തിലേക്ക് എത്തുന്തോറും വമ്പൻ നേട്ടങ്ങളാണ് ജനനായകൻ എന്ന ഈ ചിത്രം നേടിയെടുത്തുകൊണ്ടിരിക്കുന്നത്. മലയാള ചലച്ചിത്ര ലോകത്തെ വിസ്മയിപ്പിച്ച, ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്ത മഹാപ്രതിഭ ശ്രീനിവാസൻ വിടവാങ്ങി എന്ന വാർത്ത ഏറെ വേദനയോടെയാണ് നാം കേട്ടത്. അദ്ദേഹം വെറും ഒരു നടനോ തിരക്കഥാകൃത്തോ സംവിധായകനോ മാത്രമായിരുന്നില്ല, മറിച്ച് മലയാളിയുടെ സാമൂഹിക ജീവിതത്തെ അത്രമേൽ സൂക്ഷ്മമായി നിരീക്ഷിച്ച ഒരു വലിയ ദാർശനികൻ കൂടിയായിരുന്നു. ശ്രീനിവാസൻ എന്ന കലാകാരനെ നാം ഓർക്കേണ്ടത് പ്രധാനമായും 3 കാരണങ്ങളാലാണ്. അതിലൊന്ന് സാധാരണക്കാരന്റെ ജീവിതം. തളയ്ക്കപ്പെട്ട നായക സങ്കല്പങ്ങളെ പൊളിച്ചെഴുതിയ ആളായിരുന്നു അദ്ദേഹം. സുന്ദരനല്ലാത്ത, പരിമിതികളുള്ള, എന്നാൽ സ്വപ്നങ്ങളുള്ള ഒരു സാധാരണക്കാരനെ നായക സ്ഥാനത്ത് പ്രതിഷ്ഠിക്കാൻ അദ്ദേഹത്തിന് ഭയമില്ലായിരുന്നു. 2 ചിരിയിലെ വിപ്ലവം. രാഷ്ട്രീയവും സാമൂഹികവുമായ അസമത്വങ്ങളെ പരിഹാസത്തിന്റെ മേമ്പടിയോടെ അവതരിപ്പിക്കുന്നതിൽ അദ്ദേഹം ഒരു മാന്ത്രികനായിരുന്നു. സന്ദേശം, നാടോടിക്കാറ്റ്, വരവേൽപ്പ് തുടങ്ങിയ സിനിമകൾ ഇന്നും കാലാതീതമായി നിൽക്കുന്നത് അതിലെ സത്യസന്ധമായ നിരീക്ഷണങ്ങൾ കൊണ്ടാണ്. 3 ആത്മപരിഹാസം. തന്നെ പരിഹസിക്കാനും സ്വന്തം പോരായ്മകളെ തമാശയായി അവതരിപ്പിക്കാനും അദ്ദേഹം കാണിച്ച ആ വലിയ മനസ്സ് അദ്ദേഹത്തെ മറ്റുള്ളവരിൽ നിന്നും എന്നും വ്യത്യസ്തനാക്കിയിരുന്നു. മലയാളികളുടെ കാപട്യങ്ങളെ ഇത്രത്തോളം തുറന്നു കാട്ടിയ മറ്റൊരു എഴുത്തുകാരൻ നമുക്കില്ല എന്ന് വേണം പറയാൻ. ദാസനും വിജയനും മുതൽ തട്ടത്തിൻ മറയത്തിലെ അച്ഛൻ വേഷം വരെ അദ്ദേഹം അനശ്വരമാക്കിയ കഥാപാത്രങ്ങൾ നമ്മുടെ ഇടയിൽ തന്നെയുണ്ട്. മലയാള സിനിമയിലെ ശ്രീനിവാസൻ യുഗം അവസാനിച്ചിരിക്കാം, പക്ഷെ അദ്ദേഹം പകർന്നു തന്ന ചിന്തകളും കഥാപാത്രങ്ങളും ഓരോ മലയാളിയുടെയും ഹൃദയത്തിൽ എന്നും ജീവിക്കും.